നമസ്കാരം. ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ അതിഥി പ്രൊഫസർ KV തോമസ്, കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിൻ്റെ ജനകീയവും സൗമ്യവുമായ സാന്നിധ്യം, അതോടൊപ്പം ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളുടെ ഭക്ഷ്യ വകുപ്പ്, കൃഷി വകുപ്പ്, അതോടൊപ്പം തന്നെ പൊതുവിതരണ സംവിധാനം, ഈ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല, തിരക്ക് പിടിച്ച ഓരോ മണിക്കൂറുകളും. അതിനിടയിൽ ജയ്ഹിന്ദ് പ്രേക്ഷകരോടൊപ്പം നമുക്ക് പ്രിയങ്കരനായ തോമസ് മാഷ്. നമസ്കാരം സർ. സാധാരണ കേരളത്തിൽ നിന്ന് വരുന്ന മാധ്യമപ്രവർത്തകർ, അല്ലെങ്കിൽ ഇവിടെയുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിക്കുന്നത്, കേന്ദ്രമന്ത്രി നമുക്കെന്താണ് തരുന്നത്? ഓണമൊക്കെ വരാൻ പോകുന്നു, അപ്പോൾ എന്താണ് അങ്ങയുടെ മനസ്സിലിപ്പോൾ? ഒരു മധുരമാണ് കൊടുക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഓണക്കാലത്തും പിന്നെ അതുപോലെ റംസാനും ക്രിസ്മസിനൊക്കെ മധുരം കൂടുതൽ ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി വന്നപ്പോൾ ഇപ്പോൾ അവിടെ BPL കുടുംബങ്ങൾക്ക് 400 ഗ്രാം വെച്ചാണ് കൊടുക്കുന്നത്, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര. അപ്പോൾ 1 കിലോഗ്രാം ആക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു. ഞാനത് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. 1 കിലോഗ്രാം BPL ഫാമിലികൾക്ക് കൊടുക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 7000 കിലോഗ്രാം, 76,000 കിലോഗ്രാം വരുന്നത്. അത് പരിശോധിച്ചിട്ട് 1 കിലോഗ്രാം വെച്ച് BPL ഫാമിലിക്ക് ഇപ്പോൾ 400-ന് പകരം എത്രയാണോ കൊടുക്കേണ്ടത്, ഇരട്ടിയില്ല, അതെ, അത്രയും കൊടുക്കാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതൊന്ന്. 2, കേരളത്തിന് അഡീഷണൽ ലൊക്കേഷൻ ഓഫ് അരി, പ്രത്യേകിച്ച് ജയ ഉൾപ്പെടെയുള്ള ചില പ്രത്യേക വെറൈറ്റീസ് കേരളത്തിന് ആവശ്യമുണ്ട്. അതും അഡീഷണൽ ലൊക്കേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള TPD സിസ്റ്റം കൂടാതെ BPL തന്നെ ഏറ്റവും വില കുറഞ്ഞ 4.63 പെർ കിലോഗ്രാമുള്ള BPL അരിയും അഡീഷണലായിട്ട് കൊടുക്കാൻ തീരുമാനിക്കും. ഇതായിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ UPA 2 ഗവൺമെൻറ്റിൻ്റെ കേരളത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഓണസമ്മാനം. അതോടൊപ്പം തന്നെ മെട്രോ നൽകിക്കഴിഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ അരിയും പഞ്ചസാരയും ഗോതമ്പും കേരളത്തിന് ഒരു ഓണസമ്മാനമായി, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന റംസാൻ ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമ്മാനമായിട്ട് ഇത് കണക്കാക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി, അങ്ങ് തീർച്ചയായും നിരീക്ഷിച്ചിരിക്കുമല്ലോ, കേരളത്തിലെ FCI ഗോഡൗണുകൾ ചിലതെങ്കിലും മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന പതിവും മറ്റും ഒക്കെയുണ്ട്. ഇത്രയും നല്ല ഓണസമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് സംഭരിച്ച് വെക്കാൻ സൗകര്യമായ ഒരു സംവിധാനത്തെക്കുറിച്ചും അങ്ങ് ശ്രദ്ധിക്കുമല്ലോ. എന്താണ് കേരളത്തിന് ഒരു മാസം വേണ്ടത് 1 ലക്ഷം ടണ്ണിനടുത്താണ്. ഞങ്ങളിപ്പോൾ 4.5 മാസത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിൽ എല്ലാ സ്റ്റേറ്റുകൾക്കും 3 മാസം അവരുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആവശ്യമായതാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. കേരളത്തിൽ 5 ലക്ഷം ടണ്ണ് 4.5 മാസത്തേക്കുള്ള സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ ഡാമേജ് എന്ന് പറയുന്നത് കേരളത്തിൽ കാര്യമായ ഡാമേജ് ഉണ്ടായിട്ടില്ല. അത് ഫുൾ ഗോഡൗണിൽ വന്ന ഡാമേജ് അല്ല. ഇത് ട്രെയിനിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മഴക്കാലമായതുകൊണ്ട് ആ വാതിലിനടുത്തുള്ള കുറച്ച്, ഉദാഹരണമായിട്ട് 5 ലക്ഷം ടൺ ഞങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ നഷ്ടം എന്ന് പറയുന്നത് 1 ടണ്ണിന് താഴെയാണ്. വളരെ വളരെ മീഗർ ക്വാണ്ടിറ്റിയാണ്. ഞാൻ ഈ പ്രാവശ്യം ഒരു തീരുമാനം കൂടി എടുത്തു. ജനപ്രതിനിധികൾക്കും പത്രക്കാർക്കും FCI ഗോഡൗണിൽ ഒന്ന് കാണുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒന്നും ഹൈഡ് ചെയ്യാനില്ല. ശ്രീ മോഹൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ ഗോഡൗണുകളും പരിശോധിക്കാനും എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന് ഏകദേശം 25,000 അഡീഷണൽ കപ്പാസിറ്റി കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 50,000 ടണ്ണിൻ്റെ, ഇത് കൂടാതെ സൈലോസ്, ഈ വീറ്റ് ഗോതമ്പ് സൂക്ഷിക്കുന്ന സൈലോസ് 25,000 കോഴിക്കോട്, 25,000 കൊച്ചിയിലും ഇപ്പോൾ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെയാണ് ഏകദേശം 25,000 ടണ്ണിൻ്റെ പുതിയ കപ്പാസിറ്റി ഗോഡൗൺസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് ഞങ്ങൾ കേരളത്തോട് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം, ഒന്ന് ഇപ്പോൾ നടക്കുന്നത് FCI ഗോഡൗണിൽ നിന്ന് നേരത്തെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകും നേരെ. അതിന് പകരം മിഡിൽ ലെവൽ ഗോഡൗൺസ് ഉണ്ടാകും, ഇൻ്റർമീഡിയറ്റ് ഗോഡൗൺസ്. അതിനാണ് 200 ടൺ, 300 ടൺ, 500 ടൺ ചെറിയ ചെറിയ താലൂക്കുകൾ തോന്നും. അതിനാവശ്യമായ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് RIDF നിന്നോ അല്ലെങ്കിൽ ഗ്രാമീൺ ഭണ്ഡാർ യോജന കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് രാവിലെയും ഞാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിന് ആവശ്യമായ 3 മാസത്തെ ഫുഡ് ഗ്രെയിൻസ്
സൂക്ഷിക്കുന്നതല്ല, ഒരു ഇൻ്റർമീഡിയറ്റ് ഗോഡൗൺസ് കൂടി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. സാധാരണ LDF ഗവൺമെൻറ്റും UDF ഗവൺമെൻറ്റും കേരള പ്രതലത്തിൽ താരതമ്യം ചെയ്യപ്പെടുന്ന ഒരു മേഖല പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെതായ ഒരു സംവിധാനമാണ്. അതിൽ LDF ഭരണത്തിലിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമായി പാലിച്ചിരുന്നു, UDF തുടർന്ന് വന്നെല്ലാം നശിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പല്ലവി സാധാരണ ഉണ്ടാകാറുണ്ട്. അങ്ങിപ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള സംവിധാനത്തിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. എന്താണ് അങ്ങയുടെ നിരീക്ഷണം? ഒരു സന്ദർഭത്തിൽ കേരളം ഈ പൊതുവിതരണ രംഗത്ത് ഒരു മാതൃകാ സംസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. അവിടെയൊക്കെ മെച്ചപ്പെട്ട പൊതുവിതരണ സമ്പ്രദായങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസേഷൻ, ആധാർ, ബയോമെട്രിക് സിസ്റ്റം. കേരളം ഇപ്പോഴും ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡിലേ നിൽക്കുന്നുള്ളൂ. അവിടെ മാറ്റങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടറൈസേഷന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ അത് LDF UDF അല്ല. കേരളത്തിൽ പൊതുവേ പൊതുവിതരണ ശൃംഖല നല്ല ഒരു ശൃംഖലയാണ് ഉള്ളത്. പക്ഷെ അത് മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിനാണ് ഈ കമ്പ്യൂട്ടറൈസേഷൻ, ആധാർ, ബയോമെട്രിക് സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള അതിനുള്ള സാമ്പത്തിക സഹായവും ടെക്നോളജിക്കൽ അസിസ്റ്റൻസും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിക്കുന്നു എന്ന് ഞങ്ങൾ നോക്കാറില്ല. ആര് ഭരിച്ചാലും ആ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും. ഇപ്പോൾ ലെഫ്റ്റ് LDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ മിൻസ് ദിവാകരനാണ് ഇവിടെ വന്ന് പോയിട്ടില്ല. അദ്ദേഹം ഒരിക്കലും പരാതി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കാരണം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കാതെ പോയിട്ടില്ല. ഇപ്പോൾ TMJക്ക് പോകുന്നു. ഇപ്പോൾ അതിൻ്റെ ശേഷം ഇപ്പോൾ മകൻ അനൂപ് മന്ത്രിയായി. അപ്പോൾ അനൂപ് വന്നപ്പോൾ നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് ഭരിക്കുന്നു ഏത് സ്റ്റേറ്റ് എന്നല്ല. മറ്റൊരു കാര്യം, സാധാരണ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ആയിരിക്കണമെന്നില്ല എങ്കിലും വൈവിധ്യങ്ങളിൽ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രൊഫസർ ഇന്ത്യ മുഴുവനുമുള്ള ആഹാര നീഹാര ശീലങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയും അവിടുത്തെ വിതരണത്തെക്കുറിച്ച് ഇന്ത്യക്ക് പൊതുവെ സ്വീകാര്യമായ ഭക്ഷ്യപേയ വസ്തുക്കളുടെ വിതരണത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ? അതായത് പ്രാദേശികമല്ലാതെ ഇന്ത്യ മുഴുവനും വേണ്ടുന്ന പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ ഈ നമ്മുടെ ഭക്ഷണ രീതിയും ഭക്ഷണ പദാർത്ഥങ്ങളിലും മാറ്റമുണ്ട്. ഉദാഹരണമായി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് കൂടുതലായിട്ട് അരിഭക്ഷണമാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഗോതമ്പാണ്. ഗോതമ്പിൽ തന്നെ ക്വാളിറ്റി ഉണ്ട്, അരിയിൽ ക്വാളിറ്റി. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജയയാണ്. അതേസമയത്ത് പിന്നെ ആന്ധ്രയിലെ വ്യത്യസ്തമായ ഇതാണ്. ഗോതമ്പ് തന്നെ ഇവിടെ ഇതുപോലെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പ്രധാനമായ രണ്ട് ഭക്ഷണം നമുക്ക് കാണാം. ഒന്ന് ദക്ഷിണേന്ത്യയിൽ അരിഭക്ഷണവും നോർത്ത് ഇന്ത്യയിൽ ഗോതമ്പുമായിട്ട്. അതിൻ്റെ പ്രിപ്പറേഷനിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ വന്നാൽ ഞാൻ പലപ്പോഴും പാർലമെൻറ്റിലെ സ്റ്റാഫ് ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് കൊതി തോന്നും. കാരണം അവർ വളരെ സൂക്ഷിച്ച് എന്താ അതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഉണക്ക ചപ്പാത്തി, 2-3 ഉള്ളി, ഒരു മുളക്, കുറച്ച് വെള്ളം അടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കണ കണ്ട ഞാൻ അവരിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അവരിത് ഒരു ടേസ്റ്റോടുകൂടി കഴിക്കുക. ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മളിപ്പോഴും ഉച്ചയ്ക്ക് ചോറും അതിനകത്ത് ഒരു മീൻകറിയോ എന്തെങ്കിലും ഒഴിച്ചു കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ. അതേസമയത്ത് ഞാൻ ഛത്തീസ്ഗഡിൽ പോയപ്പോൾ അവിടെ വ്യത്യസ്തമാണ്. അവിടെ അരിയും അതിൻ്റെ അകത്ത് പയറുവർഗ്ഗങ്ങളും ഒക്കെ ഇട്ടിട്ടുള്ളൊരു പ്രിപ്പറേഷന്. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഭക്ഷണ രീതികളൊക്കെയാണ് ഇന്ത്യ മുഴുവനുള്ളത്. ഒരു കോമൺ ആയിട്ട് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് ചോദിച്ചാൽ 1 അരി, 2 ഗോതമ്പ്, പിന്നെ പയറുവർഗ്ഗങ്ങൾ. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ അവർ ഫ്രാഞ്ചൈസി വഴി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത് ചിലർ അതിനെ എതിർക്കുന്നുണ്ട്. അത് ആരോഗ്യത്തിന് ഹാനികരമായ ഒരു ഭക്ഷണശീലം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് തീർച്ചയായും അങ്ങ് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. എന്താണ്? ഒന്ന് ക്വാളിറ്റി ഓഫ് ഫുഡ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അടുത്ത കാലത്ത് തട്ടുകടകളുടെ ഫുഡ് ക്വാളിറ്റിയെക്കുറിച്ച് ഞങ്ങൾ തന്നെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കൺസ്യൂമർ അഫെയർസ് കൂടി കൈകാര്യം ചെയ്യാം. അതിലൊന്ന് ഫുഡ് സ്റ്റാൻഡേർഡ്സ്. ഇത് ഞങ്ങളും ഹെൽത്ത് മിനിസ്ട്രിയും കൂടി യോജിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്റ്റാൻഡേർഡ്, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ ഭക്ഷണ രീതികൾ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പാസ്ത ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതൊരു പ്രവാഹമാണ്, ഒരു ഭക്ഷണ രീതിയിലുണ്ടായ ഒരു വലിയ മാറ്റം. പക്ഷെ അതിനകത്ത് ക്വാളിറ്റിയെക്കുറിച്ചും അതെങ്ങനെ ശരീരത്തിന് ഗുണകരമാണോ എന്നുള്ളത് കൂടി നമ്മൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഭക്ഷണ വസ്തുക്കളുടെ അല്ലെങ്കിൽ പാനീയങ്ങളുടെ ഗുണനിലവാരം ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് നിശ്ചയിച്ച് നടപ്പിലാക്കുന്നതിൽ അങ്ങയുടെ
തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും കാരണം വെറും ഒരു അതുകൊണ്ടാണ് ഞങ്ങൾ മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുന്ന ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് വരുന്നത് പലതും ആളുകളെ വഴിതെറ്റിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഇന്ന മിൽക്ക് പൗഡർ നിങ്ങളുടെ കുട്ടി നാളെ ഒളിമ്പ്യനാകും എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ പ്രായം, ഇന്ന ക്രീം പുരട്ടിയാൽ നിങ്ങൾ സുന്ദരിയാകും എന്ന് പറയുന്നത്, അങ്ങനെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിത് നിയമം മൂലം നിരോധിക്കുക എന്നതിനപ്പുറത്ത് ഒരു സെൽഫ് റെഗുലേഷൻ ആളുകളെ പരിശോധിച്ചിട്ട്, കാരണം അങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത് ശരിയല്ല. ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായി കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് സമാഹരിച്ച നൂറുകണക്കിന് ആഹാര സാമ്പിളുകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതിനു വേണ്ട ലാബറട്ടറി പരിശോധിച്ചപ്പോൾ പല വസ്തുക്കളും വേണ്ടത്ര ഗുണനിലവാരം ഇല്ലാത്തതാണ്. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം മാറിയുള്ള വില നിലവാരത്തിൻ്റെ ഒരു ശീലം. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആഴ്ചകൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച് ഗവൺമെൻറ്റിന് ഒരു നിർദ്ദേശം പോലും കൊടുത്തിട്ടുണ്ട്. അതേ തുടർന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം പോലും ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. എത്രത്തോളം അങ്ങയുടെ ശ്രദ്ധ ആ വഴിക്ക് ക്വാളിറ്റി ഗുണനിലവാരം നിലനിർത്തുന്ന കാര്യത്തിൽ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. വിലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർക്കശമായി നടപ്പിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. കാരണം ഇപ്പോൾ എറണാകുളത്ത് തന്നെ വെല്ലിംഗ്ടൺ ഐലൻഡിൻ്റെ ടാജിൽ കിട്ടുന്ന ചായ ആവില്ല എറണാകുളത്ത് ഒരു തട്ടുകടയിൽ കിട്ടുന്നത്. രണ്ട് സ്ഥലത്തും ഒരേ വില വേണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് പലപ്പോഴും പ്രായോഗികമെത്തുന്നത്. പക്ഷെ പ്രത്യേകിച്ച് ഗുണനിലവാരം നിലനിർത്തുകയും അതേ സന്ദർഭത്തിൽ തന്നെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി, കേരളത്തിലെ ഹോട്ടൽ ഇൻഡസ്ട്രി ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവർ, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതാണ്. അവരോട് സംസാരിച്ചിട്ട് നമുക്കെങ്ങനെ ന്യായമായ വിലയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കിട്ടും. നമ്മുടെ നഗരങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ സാധാരണ ആളുകൾക്ക് ഇത്തരം ഒരു ഫുഡ്, ഒരു അരിയോ ചോറോ എന്തെങ്കിലും സാമ്പാറും എന്തെങ്കിലും ഒരു 2-3 ഐറ്റംസ് വെച്ച് ഒരു ന്യായമായ വില കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങയുടെ ഏറ്റവും നിർണായകമായ സംഭാവനയായി ഒരുപക്ഷെ ഇന്ത്യ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്നതും നോക്കിക്കാണുന്നതും ഭക്ഷ്യസുരക്ഷാ ബില്ല് പൂർണ്ണമായി പാസാക്കപ്പെട്ട് നടപ്പിലാക്കുന്ന ഒരു ഘട്ടത്തെക്കുറിച്ചാണ്. അതിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാളെന്ന നിലയിൽ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില സങ്കല്പനങ്ങളാണ് അങ്ങ് തൊട്ട് മുമ്പ് പറഞ്ഞത്. കാരണം അതൊരു സാമൂഹ്യ അടുക്കള, സോഷ്യൽ കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഒരാശയമുണ്ട് അല്ലേ? അതുകൊണ്ട് എന്താണ് ഭക്ഷ്യസുരക്ഷയിൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു കൺസെപ്റ്റ് പോഷകാഹാരം സമൃദ്ധമായ ആഹാരം എല്ലാവർക്കും ലഭ്യമാകണം, ന്യായമായ വിലക്ക്, അഫോർഡബിൾ പ്രൈസ്. അതിനാണ് ഈ ഫുഡ് സെക്യൂരിറ്റി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഈ 2009 ഈ UPA-2 ഗവൺമെൻറ് രൂപീകരിക്കുകയും രാഷ്ട്രപതിയുടെ ആദ്യത്തെ പ്രസംഗത്തിൻ്റെ പ്രധാന പോയിന്റ് ഇതായിരുന്നു: ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഫുഡ് ഗ്രെയിൻസും പ്രിപ്പയർഡ് ഫുഡും ഒരു ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അത് ഇപ്പം ലീഗലി അല്ല, ഇപ്പോൾ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അത് മറ്റത് എൻ്റെ റൈറ്റാണ്, ബിക്കം മൈ റൈറ്റ് എന്ന നിലപാടാണിത്. അതാണ് ഞങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രപ്പോസൽ ഇന്ത്യൻ ജനതയുടെ 70% കവർ ചെയ്യാനായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ 70%, അതിൽ ഏതാണ്ട് 46% ആളുകൾ പ്രിയോറിറ്റി സെക്ടർ, നമ്മുടെ ഇപ്പോഴത്തെ BPL വെക്കുക. പട്ടണങ്ങളിൽ 50%, അതിൽ 28% പ്രിയോറിറ്റി. അങ്ങനെ വരുന്ന പ്രിയോറിറ്റി സെക്ടറിന് ഒരാൾക്ക് 7 കിലോ വെച്ചിട്ട്, അരിയാണെങ്കിൽ 1 കിലോ 3 രൂപയ്ക്കും, ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും, ഈ പിന്നെ മില്ലറ്റ്സ് ആണെങ്കിൽ 1 രൂപയ്ക്കും കൊടുക്കുന്ന പദ്ധതിയാണ്. അതുപോലെ അമ്മമാർ, ഗർഭിണികളായ സ്ത്രീകൾക്ക് ന്യൂട്രീഷ്യസ് ഫുഡ്, പ്രിപ്പയർഡ് ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ ജനിച്ചു വീണ കുഞ്ഞു മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞു വരെ ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുക. ഇല്ല, പ്രിപ്പയർഡ് കുക്ക്ഡ് ഫുഡാണ്. ഗർഭിണിയായ അമ്മയ്ക്ക് 1000 രൂപ വെച്ച് 6 മാസം 6000 രൂപ കൊടുക്കും. ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു സ്കീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സ്കീം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു, ബില്ല് അവതരിപ്പിച്ചു. അതിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോയി. ഇതിനിടയിൽ വൈഡർ ചർച്ച നടക്കുന്നുണ്ട്. ഒരു ചർച്ചയുള്ളത് APL BPL എന്നൊരു ഡിസ്റ്റിങ്ഷൻ അപ്രായോഗികമാണ് സമീപനമുണ്ട്. ഞങ്ങളത് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 70% ഗ്രാമവും 50% നഗരങ്ങളും എന്നതൊക്കെ അങ്ങ് മാറ്റിയിട്ട് മൊത്തം 70%, ഇന്ത്യൻ ജനതയുടെ 70% ആളുകളെ പ്രിയോറിറ്റി സെക്ടറിൽ തന്നെ, അതായത് BPL സെക്ടറിൽ തന്നെ അവരെ ഉൾപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രപ്പോസൽസ് ഇപ്പോൾ വന്ന് അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബേസിക്കായിട്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ നോക്കും. നമുക്ക് എത്ര ഫുഡ് ഗ്രെയിൻസ് വേണം, എത്ര ലഭ്യമാക്കാൻ കഴിയും. അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ, സ്വതന്ത്ര ചരിത്രം നോക്കിയാൽ, ഒരു 25-30% കൂടുതൽ നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ കഴിയത്തില്ല. മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 25-30%. അത് വരുമ്പോൾ ഞങ്ങളുടെ കണക്കൂട്ടനുസരിച്ച് ഒരു 60-62 ദശലക്ഷം ഫുഡ് ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ
നമുക്ക് പേടിക്കാതെ ധൈര്യം, കാരണം ഒരു നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് നാളെ ഡ്രോട്ട് വന്ന് വെള്ളപ്പൊക്കം വന്നു വരൾച്ച വന്നു എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. പിന്നെ അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് പുറത്ത് ഇറക്കുമതി ചെയ്യാൻ പ്രായോഗികമല്ല. ഇന്നത്തെ ലോക നിലവാരത്തിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന്. അപ്പോൾ ഇവിടെ നാളെ വരൾച്ച വന്നിട്ടോ വെള്ളപ്പൊക്കം വന്നിട്ടോ ഫുഡ് ഗ്രെയിൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇറക്കുമതി പ്രായോഗികമല്ല. നമ്മളിപ്പോൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. പിന്നെ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ്. ഇപ്പോൾ നമുക്ക് 88,000 കോടി രൂപയുടെ ബാധ്യതയുണ്ട് ഒരു വർഷം. അത് 2000 സെൻസസ് വെച്ചാണ്. 2011 സെൻസസ് കഴിഞ്ഞു. അത് വരുമ്പോൾ ഏതാണ്ട് 1,09,000 കോടി രൂപ വേണ്ടി വരും സബ്സിഡി. ഫുഡ് സെക്യൂരിറ്റി വന്നാൽ ഒരു 1,20,000 കോടി. അതൊക്കെയാണ് അതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇത് സസ്റ്റൈനബിൾ ആവണം. ഒരു നിയമം കൊണ്ടുവന്നു അതോടുകൂടി തീർക്കാനൊക്കത്തില്ലല്ലോ. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യമേഖലയുമായി ഉള്ള ഒരു ആഗോളതലത്തിൽ തന്നെ ഒരു പ്രശ്നം, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നു, ചിലപ്പോൾ കാലാവസ്ഥ നന്നായാൽ നല്ല വിളവ് ലഭിക്കുന്നു. ഇത് സംഭരിച്ച് വെക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, സംഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് വിതരണ തലത്തിലേക്കുള്ള ഇതിൻ്റെ യാത്ര, അപ്പോൾ സംഭവിക്കുന്ന ചോർച്ചകൾ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഒരു പരിധിവരെ കാത്തിരിപ്പിന് ശേഷം ഭക്ഷ്യവസ്തുക്കൾ കേടുപറ്റിയാൽ അത് മൊത്തത്തിൽ കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഒരു യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ പാല് വെറുതെ ഒഴുക്കി കളയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഭക്ഷ്യസുരക്ഷാ ബില്ലിൻ്റെ പശ്ചാത്തലത്തിലായാൽ പോലും അങ്ങയുടെ നമ്മുടെ പ്രൊക്യൂർമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സിസ്റ്റമുണ്ട്. ഈ ഉൽപ്പാദന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഗോതമ്പ് അരിയൊക്കെയാണെങ്കിൽ പ്രധാനമായിട്ടും പഞ്ചാബ്, ഹരിയാന, ആന്ധ്ര. അതോടൊപ്പം പുതിയ സ്റ്റേറ്റുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് നമ്മൾ സ്കീം കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആസാം, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, UP, ഛത്തീസ്ഗഡ് ഈ സ്റ്റേറ്റുകളൊക്കെ ഉൽപ്പാദനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട ഉൽപ്പാദനം നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഖരണം മെച്ചപ്പെടുത്തണം. നമുക്കിപ്പോൾ ഒരു സാധാരണ നോർമൽ TPDS സിസ്റ്റം ആണെങ്കിൽ നമുക്കൊരു 55 ദശലക്ഷം മതി. ഞങ്ങളുടെ കയ്യിൽ 64 ദശലക്ഷത്തിൻ്റെ സ്റ്റോറേജ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഫുഡ് സെക്യൂരിറ്റി ബില്ല് കൂടി കണ്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ 64 എന്നുള്ളത് ഒരു 80 ദശലക്ഷമായി കൂട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക. കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ് ഈ ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായത് 45 ദശലക്ഷമാണ് കപ്പാസിറ്റി. അതിപ്പോൾ ഏതാണ്ട് 64 ദശലക്ഷം വരെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട സ്റ്റോറേജ് ഉണ്ടാവണം, നല്ല കോൾഡ് സ്റ്റോറേജസ് ഉണ്ടാവണം, മെച്ചപ്പെട്ട ഗ്രെയിൻ സ്റ്റോറേജസ് ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞ ശരിയാ, ട്രാൻസ്പോർട്ടേഷൻ പ്രധാനം. നമുക്ക് ഡെഡിക്കേറ്റഡ് റെയിൽവേ ലൈൻ വേണ്ടി വരും, നാഷണൽ ഹൈവേ പ്രത്യേകിച്ച് വേണ്ടി വരും, വെഹിക്കിൾസ് പ്രത്യേകിച്ച് വരും. അവിടെയൊക്കെയാണ് ലോസ് വരുന്നത്. പക്ഷേ ഒരു വലിയ അച്ചീവ്മെൻറ്റ് FCA ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 വർഷം കൊണ്ട് 2.5% ആണ് ലോസ് എങ്കിൽ, നഷ്ടമെങ്കിൽ ഇപ്പോൾ 0.006 ആണ്. അത് ശരി. ഉദാഹരണമായിട്ട് ഞങ്ങൾ 84 ദശലക്ഷം ഹാൻഡിൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെ നഷ്ടം ലെസ് ദാൻ 1 lakh ആണ്. ചിലപ്പോൾ ഈ തിരുവനന്തപുരത്ത് തന്നെ തലസ്ഥാന നഗരത്തിന് തൊട്ട് ടെക്നോ പാർക്കിൻ്റെയൊക്കെ അടുത്തായിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ വലിയ ഒരു കർഷകന്മാർക്ക് നല്ല വിപണന സൗകര്യം എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാനും വർഷങ്ങളായി മിക്കവാറും അത് നിശ്ചേതനമായ അവസ്ഥയിലാണ്. അങ്ങനെ മറ്റു ചില അന്താരാഷ്ട്ര ആഭിമുഖ്യത്തിൽ തുടങ്ങിയ സ്ഥാപനങ്ങളും അങ്ങനെ കിടക്കുന്നു. അങ്ങ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഈ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ്റെ മാർക്കറ്റുകൾ തുടങ്ങുന്നത് 84-85 കാലം. അന്ന് ശ്രീ K. കരുണാകരനാണ് മുഖ്യമന്ത്രി. അന്ന് ഞാനന്ന് MP ആണ്. അത് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് 5 കേന്ദ്രങ്ങൾ കേരളത്തിന് നൽകി. ഒന്ന് കൊച്ചി, ഒന്ന് മൂവാറ്റുപുഴ, തിരുവനന്തപുരത്ത് 2 എണ്ണം, പിന്നെ ഒന്ന് മലബാറിലാണ്. 5 ഒന്നും നടക്കുന്നില്ല. അതിന് നമ്മളൊരു മുൻകൈ എടുക്കണം. കാരണം ഇതൊരു വലിയ അസറ്റാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഈ മാർക്കറ്റുകൾ വന്ന് അവിടെ നിന്ന് വിതരണം ചെയ്യാൻ കഴിയണം. അപ്പോൾ ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ മുൻകൈ എടുത്തേ പറ്റത്തുള്ളൂ. കാലാകാലങ്ങളിലെ ഗവൺമെൻറ്റൊക്കെ കുറേ നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വിധത്തിൽ പോയിട്ടില്ല. അതിലൊന്നാണ് ഈ തിരുവനന്തപുരത്ത് നമ്മുടെ ബൈപ്പാസിനടുത്ത് കാണുന്ന ഒരെണ്ണം. എനിക്കത് വ്യക്തിപരമായ താല്പര്യമുള്ള ഒരു വിഷയമാണ്. പൊതുവെ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം അങ്ങ് പറഞ്ഞു. പെരിഷബിൾ, പെട്ടെന്ന് ചീത്തയാവുന്ന ഇനങ്ങളിൽപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണമല്ലോ. പഴം, പച്ചക്കറി, തീർച്ചയായും മത്സ്യ വിഭവങ്ങൾ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ ഏറെ നിർണായകം. എത്രത്തോളം ആ കാര്യത്തിൽ കേന്ദ്ര സഹായമൊക്കെ കേരളത്തിലെ മത്സ്യബന്ധന ഇപ്പം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ പച്ചക്കറികൾ, നമ്മുടെ ഫ്രൂട്ട്സ്, ഇതിൻ്റെയൊക്കെ ഏതാണ്ട് 20-25% നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം എഫക്റ്റീവ് കോൾഡ് സ്റ്റോറേജ് ഇല്ല. ഉദാഹരണമായിട്ട് തമിഴ്നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന തക്കാളി
അവിടെ 1 കിലോ 2 രൂപ 3 രൂപ അവർക്ക് ഇവിടുത്തെ കർഷകന് കിട്ടുക. അതുകൊണ്ടായാലോ വലിച്ച് റോട്ടിലെറിയുക. അതേ തക്കാളി ഡൽഹിയിൽ വരുമ്പോൾ 100 രൂപ 150 രൂപയാണ്. പൊട്ടറ്റോ, കൽക്കട്ടയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൊട്ടറ്റോ അവിടെ ത്രോ എവേ പ്രൈസാണ്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ വില കൂടുക. ഇതിനൊരു കോൾഡ് സ്റ്റോറേജ് മെക്കാനിസംസ്, അത് വേണ്ട സമയത്ത് സ്റ്റോർ ചെയ്യാൻ, അത് വിതരണം ചെയ്യാൻ, ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇതിൽ നമ്മൾ വളരെയധികം ഇന്ത്യ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഏതാണ്? കോൾഡ് സ്റ്റോറേജസ്. അതുപോലെ വാല്യൂ അഡീഷൻ, നമ്മുടെ പല അഗ്രികൾച്ചർ പ്രോഡക്ട്സും വാല്യൂ ആഡ് ചെയ്താൽ നമുക്ക് മെച്ചപ്പെട്ട വില കിട്ടാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ രംഗങ്ങളിലൊക്കെ കുറേ കൂടി ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഇന്ത്യ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല, കാർഷിക ഉൽപ്പാദന രംഗത്ത് ലോകത്തിന് ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിവുള്ളത് ഇന്ത്യക്കാണ്. പുറത്ത് മഴ പെയ്യുകയാണ്, അത് സംബന്ധമായ ഒരു ചോദ്യം. ഇത്തവണത്തെ മൺസൂണുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഇന്ത്യയുടെ കാർഷിക മേഖല, ഭക്ഷ്യമേഖല, സ്റ്റോക്ക് മാർക്കറ്റിലെ വില പോലും. മൺസൂണിന്റെ കാര്യം എങ്ങനെയിരിക്കുന്നു കാലാവസ്ഥാ പ്രവചനം? ഞങ്ങൾ കഴിഞ്ഞൊരു 15 ദിവസം മുമ്പ് ശരത്പവാർ ഞാനും കൂടെ ഒന്നിച്ചാണ് അവലോകനം ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ഉൽപ്പാദനം ഞാൻ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഇത് പരിശോധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് പറഞ്ഞത് 31% കുറവായിരിക്കും, സാധാരണ നോർമലിനേക്കാൾ 31% കുറവായിരിക്കും. ഇന്നലെ ഞങ്ങൾ അവലോകനം ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഏകദേശം അത് 21% കുറവായിരിക്കും. പക്ഷേ സ്പ്രെഡ് ഓവർ ദ കൺട്രി. എങ്കിൽ പോലും ചില രംഗങ്ങളിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും. ഉദാഹരണത്തിന് പൾസസ്, പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള ചില രംഗങ്ങൾ നമുക്ക് പ്രൊഡക്ഷൻ കുറയും. പക്ഷേ ഫുഡ് ഗ്രെയിൻസ്, അരി, ഗോതമ്പ്, അതുപോലെ പഞ്ചസാര, ഇതിൻ്റെ ഉൽപ്പാദനത്തിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. കഴിഞ്ഞ വർഷം എങ്ങനെ നടന്നോ അതുപോലെ അതിൻ്റെ ഉൽപ്പാദനം നടക്കും. അപ്പോൾ ഞങ്ങളെടുത്തിരിക്കുന്ന ഒരു സമീപനം നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യത്തിനുള്ളത് ഇവിടെ വിതരണം ചെയ്യണം, അല്ലാത്തത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകാനൊക്കത്തുള്ളൂ. ഈ എക്സ്പോർട്ട് നടന്നാൽ മാത്രമേ കർഷകർക്കൊരു ന്യായമായ വില കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടാം കൂടി ബാലൻസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2009 വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം ഉള്ളിയുടെ വിലക്കയറ്റം. അന്ന് എനിക്ക് കിട്ടിയ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി വാസ് അത് നിയന്ത്രിക്കണം. ഭാഗ്യത്തിന് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാതെ വില നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നു. പഞ്ചസാര തന്നെ ഇന്ത്യയിൽ ഒരു 5 ഇയർ സൈക്കിളുണ്ട്. ആദ്യത്തെ 3 വർഷം ഉൽപ്പാദനം കൂടും, വില കുറയും, അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും വിത്ത് എ സബ്സിഡി. ഇത് കഴിഞ്ഞ് 2 വർഷം ഉൽപ്പാദനം കുറയും, വില കൂടും, അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും വിത്ത് എ സബ്സിഡി. അന്ന് തമാശ പറയാറുണ്ട്, ഇന്ത്യയിൽ നിന്ന് സബ്സിഡിയോടുകൂടി എക്സ്പോർട്ട് ചെയ്യുന്ന അതേ ഷുഗർ തന്നെ പിന്നെ തിരിച്ചു വരുന്നത്. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു, ഇത് ബാലൻസ്ഡാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഓപ്പൺ മാർക്കറ്റിലെ വില പിടിച്ചു നിർത്തിയിട്ടുണ്ട്, മില്ലേഴ്സ് സംതൃപ്തരാണ്. പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വില കയറ്റം കൂടാതെ ഇത് പിടിച്ചു നിർത്താൻ കഴിയും. അത് ഒരു വർഷം കൂടി നമുക്ക് ഇത് നിർത്താൻ കഴിഞ്ഞാൽ ഒരു റെക്കോർഡായിരിക്കും. ഈ 5 ഇയർ സൈക്കിൾ പൊടിച്ചു എന്ന് പറയുന്ന ഒരു റെക്കോർഡിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോവുക. ജനകോടികളുടെ ആഹാര കാര്യത്തിൽ ദത്തശ്രദ്ധനാകേണ്ടുന്ന ഉത്തരവാദിത്വമുള്ളത് കൊണ്ടാകാം സ്വാഭാവികമായി അങ്ങിപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചും ഒന്നും സംസാരിക്കുന്നില്ല. എന്താണ് UPA ഗവൺമെൻറ്റിൻ്റെ ഈ 2ാം ഊഴത്തിൻ്റെ 3ാം വാർഷികം കഴിഞ്ഞ വേളയിൽ അതേക്കുറിച്ച് കൂടി പറഞ്ഞു. UPA 2 ഗവൺമെൻറ്റിന് ഒരുപാട് വെല്ലുവിളികളുണ്ട്. മറ്റു രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വെല്ലുവിളികളാണ്. സാമ്പത്തിക പ്രതിസന്ധി, അപ്പോൾ എവിടെയെങ്കിലും മറ്റു രാജ്യങ്ങളുണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇന്ത്യയിലാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ, ഇറാഖിലെ പ്രശ്നങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ. അപ്പോൾ അത് ഏറ്റവും കൂടുതലുണ്ടായത് UPA 2 ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ഒരു പ്രതീക്ഷയുണ്ട്. UPA 1 പോലെ ആയില്ല UPA 2 രണ്ടാമതെന്നൊരു പൊതുവേ ഒരു പറച്ചിലുണ്ട് ആളുകളുടെ ഇടയിൽ. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു, ഇത്ര ആഗോള പ്രതിസന്ധികൾ UPA 1 ഗവൺമെൻറ് ഇതുപോലെ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും സാമ്പത്തികമായി നമ്മൾ വളരെ സ്റ്റേബിളാണ്. രണ്ടാമത്തെ പറ്റും രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു കാലത്ത് കോൺഗ്രസ് അപ്രമാദിത്വം ഉണ്ടായിരുന്നു ഇന്ത്യ മുഴുവൻ. പിന്നീട് BJP വന്നപ്പോഴും ആ ഗവൺമെൻറ്റിനും കുറച്ച് സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ പാർട്ടികൾ, കോൺഗ്രസും BJPയും ഇപ്പോൾ ദേശീയ പാർട്ടികൾ എന്ന നിലയിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് പ്രാദേശിക പാർട്ടികളായി വന്നു. പല തീരുമാനങ്ങളും ഇപ്പോൾ UPA 2 ഗവൺമെൻറ് എടുക്കുമ്പോൾ ഘടകകക്ഷികളുടെ കൂടെ അഭിപ്രായം അറിഞ്ഞിട്ടേ പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പല സുപ്രധാന തീരുമാനങ്ങളും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വേഗതയിൽ നമുക്ക് എടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഏതായാലും കേരളത്തിൻ്റെ താല്പര്യങ്ങളും ഇന്ത്യയുടെ പൊതുവായ താല്പര്യങ്ങളും കേന്ദ്ര മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മേഖലകളിലെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫസർ സുരക്ഷിതമാണ്. അങ്ങനെ ആയിരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഈ സമയം അനുവദിച്ചതിന് ഏറെ നന്ദി. നമസ്കാരം.